സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും ഈ നന്ദനയാണെങ്കിൽ പ്രകാശ് മേനോൻ കുറേ ഗുണ്ടകളുടെ കാവലിൽ താമസിപ്പിച്ചേക്കാണ്. നന്ദനയാണെങ്കിൽ ഈ പ്രകാശ് മേനോനെ അത്ര വിശ്വാസമൊന്നുമില്ല. എന്നിട്ട് ആ ഗുണ്ടകളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഒന്ന് പുറത്തേക്ക് വിടാമോ, എനിക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ വീട്ടിലെല്ലാവരും എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, സാറൊന്ന് സമാധാനപ്പെട്, സമയമായി കഴിയുമ്പോൾ പ്രകാശ് സാറ് തന്നെ സാറിനെ പറഞ്ഞു വിട്ടോളും, അതുവരെ സാറ് ബഹളം വയ്ക്കരുത്, എന്തായാലും സാറ് ഫുഡ് കഴിക്കുമെന്ന് പറയുമ്പോൾ നന്ദനാണെങ്കിൽ ഫുഡ് കഴിക്കാനൊന്നും കൂട്ടാക്കണില്ല. ആ സമയത്ത് ഒരു ഗുണ്ട വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറ് കുടിക്കുമെന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ അതൊന്നും അല്ല ആവശ്യം, എന്നെ എൻ്റെ പാട്ടിന് വിട്, അതാ നിങ്ങൾക്ക് നല്ലത്, പ്രകാശ് പറയുന്നതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തായാലും സാറൊന്ന് സമാധാനപ്പെട്, 1-2 ദിവസത്തിനുള്ളിൽ എല്ലാത്തിനും ഒരു പരിഹാരം കാണാമെന്ന് പ്രകാശ് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ നന്ദനാണെങ്കിൽ ആകെ ദേഷ്യം കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും നന്ദന ഒന്നും ചെയ്യാൻ പറ്റണില്ല. കാരണം കുറേ ഗുണ്ടകളുടെ നടുവിലാണ് താനെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും, അമ്മയും ദേവി ഇപ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് നന്ദന ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനോട് യാത്ര പറഞ്ഞ് ദേവികയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് സിദ്ധാർത്ഥൻ ദേവികയോട് പറയുന്നുണ്ട്, മോളെ എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്, പ്രഭ വളരെ മോശമായിട്ടാണ് മോളോട് പെരുമാറിയത്, അതുപോലെ തന്നെ രജനിയും മോളോട് ഒരുപാട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്, അപ്പോഴൊന്നും എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റണില്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല, പ്രഭയുടെ മനസ്സിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും, അതുകൊണ്ട് പ്രഭ മോനെ കാണാത്ത ഒരു അമ്മയെ അതോർത്ത് മോള് ടെൻഷനാവരുതട്ടോ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും അച്ഛാ അമ്മയുടെ അവസ്ഥ, എന്തായാലും അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നതിന് ന്യായമുണ്ട്, ഞാൻ നന്ദുവിനെ ഉപേക്ഷിച്ച് പോയത് കൊണ്ടാണല്ലോ നന്ദുവിന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്ദുവിന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള തോന്നല അമ്മയ്ക്ക്. എന്തായാലും എൻ്റെ സത്യം എന്താണെന്നുള്ളത് അമ്മ അധികം വൈകാതെ മനസ്സിലാക്കും, എത്രയും പെട്ടെന്ന് നമുക്ക് നന്ദുവിനെ കണ്ടെത്തണം അച്ഛാന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ ഒരു വഴിയും കാണുന്നില്ല മോളെ എന്ന് പറയുമ്പം ഞാൻ മിനിസ്റ്ററെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അച്ഛാ, അതോടുകൂടി നമുക്ക് ഏതെങ്കിലും ഒരു വഴി തെളിഞ്ഞു കിട്ടും, മിനിസ്റ്റർ നല്ലൊരു ഉദ്യോഗസ്ഥനെ തന്നെ നന്ദുവിൻ്റെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കും, പിന്നെ നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല അച്ഛാ, എന്നാൽ ഞാൻ പോട്ടെ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ കാറിലോട്ട് കയറാൻ വരുമ്പോൾ മുരളി ചോദിക്കുന്നുണ്ട്, ദേവിക ഇനി എങ്ങോട്ടാന്ന് ചോദിക്കുമ്പം ഇനി വേറെ എങ്ങോട്ടും ഇല്ല മുരളിയേട്ടാ, വീട്ടിലോട്ട് പോകണം, എനിക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്നും ഇരിക്കണമെന്നും പറഞ്ഞ് ദേവിക കാറിലോട്ട് കയറുന്നുണ്ട്. ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, എന്തായി ദേവിക, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ഒരു വിവരമില്ല മുരളിയേട്ടാ, അന്ന് നന്ദനെ കാണാതായിട്ട് എനിക്ക് ഒരു വിഷമം ഉണ്ടായില്ല എന്ന് മുരളിയേട്ടൻ പറഞ്ഞില്ലേ, അത് പക്ഷേ നന്ദന എവിടെയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടായിരുന്നു, ഇതിപ്പോൾ നന്ദു എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, അതുമാത്രമല്ല അമ്മയും രജനി ചേച്ചി എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എൻ്റെ വേദനയൊന്നും അവർ മനസ്സിലാക്കണില്ല എന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അത് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, പ്രഭ ആൻറ്റിക്ക് എന്ന് പറഞ്ഞാൽ നന്ദന ജീവനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്, അങ്ങനെയുള്ള നന്ദനെ കാണാതായിട്ട് എത്ര ദിവസമായി, ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, അപ്പോൾ പിന്നെ പ്രഭ ആൻറ്റി ദേഷ്യപ്പെടാതിരിക്കണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അതൊക്കെ ശരിയാ മുരളിയേട്ടാ, അമ്മയുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഞാനും ഒരു മനുഷ്യനല്ലേ, എനിക്കും വലിയ സങ്കടമൊക്കെ എന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, ദേവിക നന്ദുവിനെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചിരിക്കുകയല്ലായിരുന്നോ, അതുകൊണ്ടായിരിക്കും ദേവികയ്ക്ക് വിഷമമൊന്നുമില്ല എന്ന് കരുതി അവരെല്ലാവരും അങ്ങനെ പെരുമാറണേന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഞാനങ്ങനെ തീരുമാനിച്ചല്ലേ ഉള്ളൂ, നന്ദനെ ഉപേക്ഷിച്ച് ഞാൻ പോയൊന്നുമില്ലല്ലോ, നന്ദനൊരു ആപത്ത് വന്നപ്പോൾ ഞാൻ കൂടെ തന്നെ നിന്നില്ലേ, എൻ്റെ പ്രധാന ആവശ്യം നന്ദനെ എങ്ങനെയെങ്കിലും ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതായിരുന്നു, അതിനു വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്, എന്നിട്ട് അവസാനം വന്നപ്പോൾ എല്ലാത്തിനും വിപരീത ഫലമായി എന്ന് പറയുമ്പം മുരളി പറയുന്നുണ്ട്, നമുക്കൊന്ന് നന്ദനെ അന്വേഷിച്ച് അറിഞ്ഞാലോ ദേവിക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ ചെന്ന് അന്വേഷിക്കാനാ മുരളിയേട്ടാ, എന്തായാലും എസ്തപ്പാഞ്ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു, ഈ നാട്ടിലുള്ളവരൊന്നും അല്ല നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണേന്ന്, അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല, ഇതിപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ടേ കാര്യമുള്ളൂ, പോലീസ് അന്വേഷിച്ചാലേ നന്ദനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, എന്തായാലും ഞാൻ മിനിസ്റ്ററെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് മിനിസ്റ്റർ ഉചിതമായ ഒരു തീരുമാനം എടുത്ത് നമുക്ക് നല്ലൊരു ഓഫീസറെ തന്നെ നന്ദൻ്റെ കേസ് അന്വേഷിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ ദേവിക പോയി കഴിഞ്ഞതും പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പ്രഭാവതി സിദ്ധാർത്ഥനെ കണ്ടതും അവളെന്ത് അവൾ പോയോ എന്ന് ചോദിക്കുമ്പോൾ മോള് പോയി, മോളോ ആരുടെ മോള്, നിങ്ങളിപ്പോഴും അവളെ മോളേന്നാണ് വിളിക്കണേന്ന് ചോദിക്കുമ്പം നീ എന്താ പ്രഭ ഇങ്ങനെയൊക്കെ പറയണേ, ദേവിക ഇതിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ദേവികയെ കുറ്റപ്പെടുത്തുന്നത്, പ്രഭയെ അതെ രജനി അതെ എപ്പോഴും ദേവികയെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക, ദേവികയ്ക്കും ഇല്ലേ വിഷമം എന്ന് പറയുമ്പം അവൾക്ക് എന്ത് വിഷമം, അവൾ നന്ദനെ ഉപേക്ഷിച്ച് പോകാൻ നിന്നപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്തായാലും അവളുടെ മനസ്സിൽ സന്തോഷം
സന്തോഷം ഉണ്ടാവുള്ളൂ. നന്ദനോട് പ്രതികാരം ചെയ്യാനൊരു അവസരം എല്ലാവർക്ക് കിട്ടിയെന്ന് വയ്ക്കുമ്പോൾ ഈ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലേ പ്രഭ, ഒന്നുമില്ലെങ്കിലും താനൊരു പ്രൊഫസറല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? ദേവികയ്ക്ക് നല്ല വിഷമമുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ മോള് പിടിച്ചു നിൽക്കണമെന്നേ ഉള്ളൂ. ഇനിയും ദേവിക ഇവിടെ വരുമ്പോൾ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കരുതെന്ന് പറയുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, സിദ്ധു എന്താ സിദ്ധു ഈ പറയണേ? ഞാനൊരമ്മയാണ്, എൻ്റെ മകനെ ഞാൻ കണ്ടിട്ട് എത്ര ദിവസമായി, അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല. ആദ്യം നിങ്ങളെല്ലാവരും ചേർന്ന് ഒരു നാടകം കളിച്ച് നന്ദനെ ഇവിടുന്ന് മാറ്റി. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു. അവസാനം നന്ദൻ സുരക്ഷിതനാണെന്ന് അറിഞ്ഞു. പിന്നീട് നന്ദനെ കാണാനില്ല. ഇനി എവിടെ പോയി നന്ദനെ അന്വേഷിക്കും? ഞാൻ എൻ്റെ മകനെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് പറയണം ചിന്തിക്കണം എന്നൊന്നും സിദ്ധു എന്നോട് പറഞ്ഞു തരണ്ട. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭേ തൻ്റെ വിഷമം ദേവികയ്ക്കും എനിക്കൊക്കെ മനസ്സിലാവും, എനിക്കും വിഷമമുണ്ട്, എൻ്റെ മകനെയും കൂടി അല്ലേ കാണാതെ അയക്കണേ, അല്ലാതെ തനിക്ക് മാത്രമല്ല വിഷമമുള്ളൂ എന്ന് വിചാരിച്ച് തന്നെപ്പോലെ വായി തോന്നണതൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ? അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കൂലേ? ഇപ്പോൾ തന്നെ ദേവികയ്ക്ക് നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരാവശ്യമില്ല. അവൾ നന്ദനെ വേണ്ടാന്ന് വെച്ച് ഇവിടുന്ന് പോയതാ. എന്നിട്ടും നന്ദനൊരാപത്ത് വന്നപ്പം അവൾ നന്ദൻ്റെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നില്ലേ? നന്ദനെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രം മോൾക്ക് ഉദ്ദേശമുള്ളൂ, അല്ലാതെ നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടല്ലേ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയാണ്. ഇസബല്ല കെവിനോട് ചോദിക്കുന്നുണ്ട്, എന്നാലും ഈ ഋഷി നന്ദനും ഏത് മാളത്തിൽ പോയി ഇരിക്കാടാ, ഇതുവരെ നമ്മൾ അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, അന്നേ കുരുവിള സാറ് പറഞ്ഞതല്ലേ, നമ്മളെ കൂടാതെ വേറെ ആരോ ഒരാളും കൂടെ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ടെന്ന്, അയാൾ ആരാന്ന് ആദ്യം കണ്ടുപിടിക്കണം. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും ദിവസം നോക്കിയത്, പക്ഷേ നമ്മൾക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ കെവിൻ പറയുന്നുണ്ട്, എന്തായാലും എത്രയും പെട്ടെന്ന് നന്ദനെയോ ഋഷിയോ കണ്ടു കിട്ടിയില്ലെങ്കിൽ മിക്കവാറും നമ്മൾ രണ്ടുപേരും ജയിലിൽ പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ജയിലിൽ പോകണമെന്തിനാ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഇസബല്ല പറയുന്ന സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ഋഷിയെ നന്ദൻ കൊന്നെന്നും പറഞ്ഞല്ലേ നമ്മളെല്ലാവരോടും പറഞ്ഞത്, അത് വിശ്വാസവഞ്ചനയല്ലേ, വഞ്ചനാകുറ്റത്തിന് കേസെടുത്താൽ ഉറപ്പായിട്ടും നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. നമ്മൾ മാത്രമല്ല നമുക്കിതിന് കൂട്ടുനിന്നാൽ നിൻ്റെ പാപ്പനും ജയിലിൽ പോകേണ്ടി വരും, അതുമാത്രമല്ല പാപ്പൻ്റെ ജോലിയും പോകുന്നു. അത് കേട്ടതും ഇസബല്ല പറയുന്നുണ്ട്, എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് നന്ദനെ ഋഷിയെ കണ്ടെത്തണം. ഇനിയിപ്പോൾ ഋഷി പേടിച്ചിട്ട് വേറെ എവിടെയെങ്കിലും മാറി നിൽക്കണതാണോ, അതോ നന്ദൻ ഋഷിയെ കടത്തിക്കൊണ്ട് പോയതാണോ, ഇനിയിപ്പോൾ ഋഷി തന്നെ നന്ദനെ എവിടെയെങ്കിലും കടത്തിക്കൊണ്ടേക്കണയാണോ, ഒന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കും ഒന്നും മനസ്സിലാവണില്ല ബെല്ല. എന്തായാലും അരുന്ധതി മേഡം പോലീസിൽ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ആകെ ദേഷ്യം കയറി ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം സി പി വിളിക്കുന്നുണ്ട്. സി പി വിളിച്ച് അരുന്ധതി ഫോൺ എടുത്തതും, എന്തായി സി പി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്ന് ചോദിക്കുമ്പോൾ, മേഡം, പക്ഷേ ത്യാഗരാജനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല, ത്യാഗരാജൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്ന് പറയുന്നത്. അത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് സി പി പറയണത്, ത്യാഗരാജനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല എന്നോ, അവൻ മുംബൈക്ക് പോവാമെന്ന് പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്, നമ്മളുടെ ആളുകളോടൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറ, നമുക്ക് ഇത്രയും ആളുകളുണ്ടായിട്ട് അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റിയില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല മേഡം, ത്യാഗരാജൻ മുംബൈയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞ്, ത്യാഗരാജൻ വേറെ എവിടെയോ മാറിയിരിക്കുക എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവുന്നുണ്ട് സി പി, എന്തായാലും ത്യാഗരാജൻ ഇവിടെ തന്നെയുണ്ട്, ഇവിടെ ഇരുന്നുകൊണ്ട് ത്യാഗരാജൻ്റെ ചരടുവഴിയിലായിരിക്കും നന്ദനെ ഋഷിയെയും കാണാതെ അയക്കണേ, എത്രയും പെട്ടെന്ന് ത്യാഗരാജൻ എവിടെയാണെന്ന് കണ്ടെത്തണമെന്ന്. സമയത്ത് സി പി പറയുന്നുണ്ട്, മേഡം നമുക്കെന്നാ പോലീസിൻ്റെ സഹായം തേടിയാലോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞ് നമ്മൾ പോലീസിൻ്റെ അടുത്തേക്ക് ചെല്ലും, എൻ്റെ മകനെ കാണാനില്ല എന്നോ, ഇതിനു മുമ്പ് മകനെ കാണാനില്ല എന്നും പറഞ്ഞൊരു കംപ്ലയിൻറ്റ് നമ്മൾ കൊടുത്തതല്ലേ, എന്നിട്ടിപ്പം വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി വിട്ട ആളെ കാണുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്താൽ കുടുങ്ങാൻ പോണത് നമ്മൾ തന്നെയായിരിക്കും. ആ സമയത്ത് സി പി പറയുന്നുണ്ട്, അത് മേഡം പറഞ്ഞത് നേരെ, ഋഷി തിരിച്ചു വന്നു എന്നും പറഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിലൊന്നും അറിയിച്ചിട്ടുമില്ല, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മേഡം, ഋഷിമോൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമെന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, തൻ്റെ നാക്ക് വെച്ച് താൻ അങ്ങനെയൊന്നും പറയില്ലേ, എൻ്റെ മോനൊരു ആപത്തും സംഭവിക്കാതെ എനിക്ക് അവനെ തിരിച്ചു കിട്ടണം, എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ, അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണേന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളിയാണെങ്കിൽ വീട്ടിലോട്ട് ചെല്ലുമ്പം ഭാർഗവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായിടാ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ, ഇല്ലമ്മേ ഒരു വിവരമില്ല, എൻ്റെ പ്രഭക്കുഞ്ഞ് ഇതെങ്ങനെ സഹിക്കുമെന്ന് പറയുമ്പം പ്രഭക്കുഞ്ഞ് സഹിക്കാൻ പറ്റാതെ ദേവികയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പം ഭാർഗവി പറയുന്നുണ്ട്, പിന്നെ ദേവികയെ പ്രശംസിക്കണോ, ദേവികയല്ലേ ഇതിനെല്ലാം കാരണം, അവൾ ഒറ്റൊരുത്തി കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയായി പറയണത്, ഋഷിയെ കൊല്ലാൻ ദേവികയാണ് ഏൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പം
അത് ദേവിക്കൊന്നുമല്ല, അത് നന്ദമോൻ അബദ്ധം പറ്റിയതല്ലേ, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അല്ലാതെ ദേവിക ഇതിനൊന്നും കാരണക്കാരിയല്ല. അവിടെ പ്രഭയാൻ്റെയും ദേവികയെ തന്നെ കുറ്റപ്പെടുത്തണേന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, പിന്നെ പ്രഭകുഞ്ഞ് എന്ത് ചെയ്യും, പ്രഭകുഞ്ഞിൻ്റെ മോനെയല്ലേ കാണാതായേക്കണേ, അതും എത്ര ദിവസമായി. ആദ്യം കാണാതായത് എല്ലാവരുടെയും പ്ലാനായിരുന്നു. അന്നും പ്രഭകുഞ്ഞിൽ നിന്നും അത് മറച്ചു വെച്ചു. അന്ന് പ്രഭകുഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടു. പിന്നീട് നന്ദനെ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും നന്ദനെ കാണാതായി. പക്ഷേ ഇപ്പം നന്ദനെക്കുറിച്ച് ഒരു വിവരമില്ല. പിന്നെ പ്രഭകുഞ്ഞിന് അത് സഹിക്കാൻ പറ്റുമെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ ഈ ഗുണ്ടകളോട് പറയാണ്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്, ആ പ്രകാശ് എവിടെ, പ്രകാശിനെ വിളിച്ചിട്ട് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഫോൺ തതാ, ഞാൻ വീട്ടിലേക്ക് വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. അന്നേരം ഗുണ്ടകൾ പറയുന്നുണ്ട്, ഇല്ല സാറേ, പ്രകാശ് സാറ് പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സാറിന് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, എന്തായാലും സാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രകാശ് സാർ ഇതെല്ലാം ചെയ്തേക്കണേ, അല്ലാതെ സാറിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. സാറ് സമാധാനമായിട്ടിരിക്കുമെന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തണം. അന്നേരം ഗുണ്ടകൾ പറയുന്നുണ്ട്, സാറിനോട് പ്രകാശ് സാറ് പറഞ്ഞല്ലോ 2 ദിവസം കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിച്ച് സാറിനെ വീട്ടിലോട്ട് പറഞ്ഞു വിടാമെന്ന്, പിന്നെ എന്തിനാണ് സാറ് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കണേ, സാറ് സമാധാനമായിട്ടിരിക്കുക, എന്തായാലും ഞങ്ങൾ കുപ്പി വാങ്ങി കൊടുത്തിട്ടുണ്ട്, സാർ ഇതിൽ നിന്ന് 2 പെഗ് കുടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങിക്കുമെന്ന്. അങ്ങനെ നന്ദൻ്റെ അടുത്തേക്ക് ഒരു കുപ്പി ഉണ്ടെന്ന് ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ച് നന്ദന് കൊടുക്കുമ്പം നന്ദൻ പറയുന്നുണ്ട്, എനിക്കിതൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് എനിക്ക് പ്രകാശിനെ കാണണമെന്ന്. അങ്ങനെ ഗുണ്ടകൾ എന്നാൽ ഞങ്ങൾ സാറിനെ വിളിക്കാമെന്നും പറഞ്ഞ ഒരു ഗുണ്ട ഫോണെടുത്ത് പ്രകാശിനെ വിളിക്കുന്നുണ്ട്. ഈ സമയം പ്രകാശ് ഫോൺ എടുത്തതും, എന്താ പ്രശ്നം, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നന്ദൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കുമ്പം, ഇല്ല സാറേ, അയാൾ വീട്ടിൽ പോകണമെന്നാണ് പറയണേ, അല്ലെങ്കിൽ അയാൾക്ക് വീട്ടിൽ വിളിച്ച് അമ്മയോടും ഭാര്യയോടും സംസാരിക്കാനുള്ള അവസരമെങ്കിലും കൊടുക്കണം എന്നാണ് പറയണേ, ഞങ്ങളോട് ഫോൺ ചോദിച്ച് ഇവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പ്രകാശ് പറയുന്നുണ്ട്, ഒരിക്കലും ഫോൺ കൊടുക്കരുത്, അതുപോലെ തന്നെ വീട്ടിൽ പോകാനും സമ്മതിക്കരുത്, നിങ്ങളവനെ നല്ലോണം ശ്രദ്ധിച്ചോളണം, ഇല്ലെങ്കിൽ അവൻ ചാടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന്. അന്നേരം ഗുണ്ട പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇയാളെ എന്ത് ചെയ്യാനാണ് സാറേ പ്ലാൻ എന്ന് വയ്ക്കുമ്പോൾ, 2 ദിവസത്തിനുള്ളിൽ അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും, അതിനുള്ളിൽ തന്നെ ഒരു കുരുതിക്കളം ഒരുക്കണമെന്ന്. അത് കേട്ടതും ഈ ഗുണ്ടയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞ് നന്ദൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നന്ദൻ ചോദിക്കുന്നുണ്ട്, പ്രകാശ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, സാർ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരുമായിരിക്കും, എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്നാണ് സാറ് പറഞ്ഞതെന്ന്. പിന്നീട് കാണിക്കുന്നത് പ്രകാശ് നന്ദനെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ ഗുണ്ടകളോട് അവൻ എന്തെടുക്കുകയെന്ന് ചോദിക്കുമ്പോൾ, അയാൾ ആകെ വയലൻ്റാണ് സാറേ, ഭക്ഷണമൊന്നും കഴിക്കാതെ നിൽക്കുകയെന്ന് പറയണം. അങ്ങനെ പ്രകാശ് നന്ദൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ പ്രശ്നം എന്താ നന്ദൻ, നിന്നെ രക്ഷിക്കാനല്ലേ ഞാൻ നോക്കണേ, അപ്പോൾ നീ പ്രശ്നം ഉണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് രക്ഷിക്കുമെന്നാണ് നീ പറയണേ, നീ എന്നെ ഇവിടെ കൊണ്ടുവന്നേക്കണേന് വേറെ എന്തോ ലക്ഷ്യമുണ്ട്, ഇനിയിപ്പോൾ എന്നെ കൊല്ലാനാണോ നീ കൊണ്ടുവന്നേക്കണേന്ന് ചോദിച്ചതും ഈ പ്രകാശ് മേനോനാണെങ്കിൽ നന്ദൻ്റെ നേരെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ ചിരി കാണുമ്പം നന്ദന് ശരിക്കും പേടിയാവുന്നുണ്ട്. മിക്കവാറും ഈ പ്രകാശ് മേനോൻ നന്ദനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കാം നന്ദനെ പിടിച്ചുകൊടുന്ന് ഇവിടെ നിർത്തിയേക്കണത്. അതൊക്കെ ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.